Arrest them. Bring them here. Your Honor, എൻ്റെ പേര് കോമൾ സൂര്യ എന്നാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ പോലീസ് എന്നെ അജയ് മക്വാനെ കൊലപ്പെടുത്തിയെന്ന കുറ്റത്തിന് തടവിലാക്കിയിരുന്നു. എന്നാൽ എൻ്റെ നിരപരാധിത്വം അഡ്വക്കേറ്റ് ഭൂരേലാലിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. കാരണം അദ്ദേഹമായിരുന്നു എൻ്റെ ഡിഫൻസ് ലോയർ. യഥാർത്ഥ കൊലയാളികളിൽ നിന്നും ഇദ്ദേഹം നല്ലൊരു തുക കൈക്കൂലി വാങ്ങി. എന്നെ രക്ഷിച്ചു കൊള്ളാമെന്ന് തന്ത്രപരമായി പറഞ്ഞു വിശ്വസിപ്പിച്ചുകൊണ്ട് എന്നെ കൊണ്ട് കുറ്റസമ്മതം നടത്തിച്ചു. കുറ്റസമ്മതം നടത്തിയാൽ എന്റെ ശിക്ഷ കുറഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ആ വാക്കുകൾ വിശ്വസിച്ചു. ശരിയല്ലേ അഡ്വക്കേറ്റ് ഭൂരലാൽ? ഇതെല്ലാം സത്യമല്ലേ? അതെ, ഇതെല്ലാം സത്യമാണ്. ഞാൻ നിന്നെ രക്ഷിക്കാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ സ്വാമി എനിക്ക് പണം തന്ന് വിലക്കെടുത്തു. ഇത് കേട്ടല്ലോ യുവർ ഓണർ. ഇനി ഞാൻ ഈ നിരപരാധിയായ ഫക്കീറയോട് ചോദിക്കട്ടെ. അയാൾ കോടതിയോട് നടന്നത് പറയട്ടെ. ദസറയുടെ ദിവസം രാത്രി അജയ് മക്വാനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ആരായിരുന്നു? പറഞ്ഞതെല്ലാം കള്ളമാണോ? അല്ല അല്ല അല്ല, ഇത് സത്യമാണ്. ഞാനാണ് അജയനെ വെടിവെച്ചത്. ഞാനാണ് അനക്കുന്നത്. പക്ഷെ ഞാൻ ഈ കൊല ചെയ്തത് സ്വാമി പറഞ്ഞിട്ടാ. അദ്ദേഹം എന്നെ കൊണ്ട് ഇങ്ങനെ ഒരുപാട് കൊലപാതകം ചെയ്യിച്ചിട്ടുണ്ട്. യുവർ ഓണർ, സ്വാമിയുടെ മകൾ അൽക്കയ്ക്ക് ഇതുവരെയും ഒരു കാര്യം അറിയില്ല. അവളുടെ ഭർത്താവ് അജയ് മക്വാനയുടെ കൊലപാതകൻ ഞാനല്ല, മറിച്ച് അവളുടെ സ്വന്തം അച്ഛനാണെന്ന്. അല്ലേ സ്വാമി? ഇതെല്ലാം ശരിയല്ലേ? ശരിയാണ്, ഇതെല്ലാം ശരിയാണ്. ഞാൻ പറഞ്ഞിട്ടാ. യുവർ ഓണർ, ഇവരെല്ലാം യഥാർത്ഥ കുറ്റവാളികളാണ്. ഇവരെല്ലാം ചെയ്ത കുറ്റം സമ്മതിച്ചും കഴിഞ്ഞു. യുവർ ഓണർ, ഇവരെന്റെ ജീവിതം എന്നിൽ നിന്നും അതിക്രൂരമായി തട്ടിത്തെറിപ്പിച്ചവരാണ്. ഇവരെല്ലാം പണത്തിന്റെ അഹങ്കാരത്തിൽ, കഴിവിന്റെ അഹങ്കാരത്തിൽ, സ്വന്തം സ്വാധീനത്തിന്റെ അഹങ്കാരത്തിൽ നിയമത്തെ വഴിതെറ്റിക്കുന്നു. ഇവർ സമൂഹത്തിന്റെ ശത്രുക്കളാണ്, ദേശദ്രോഹികളാണ്, നിയമത്തിന്റെ ശത്രുക്കളാണ്. യുവർ ഓണർ, ഇതാണ് മിസ്റ്റർ സ്വാമി. ഇയാൾ ഫക്കീറയുടെ ജാമ്യത്തിനു വേണ്ടി APP മിസ്റ്റർ പ്രകാശിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു. അതെ യുവർ ഓണർ, സ്വാമി അയാളുടെ ഗുണ്ടകളും കൂടി എന്നെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ കോമൾ സൂര്യ അവിടെ എത്തി എന്നെ രക്ഷിച്ചു. നമ്മുടെ സമൂഹത്തിൽ സ്വാമിയെ പോലെയും ഫക്കീറെ പോലെയും ഉള്ളവർ നിയമത്തിന്റെ മുമ്പിൽ കുറ്റവാളികളാണ്. പക്ഷെ അഡ്വക്കേറ്റ് ഭൂരലാലിനെ പോലെയുള്ളവർ, ഇവരെ പോലെയുള്ളവർ സമൂഹത്തിൽ നീതിയും ന്യായവും നടത്തുവാൻ സഹായിക്കേണ്ട വ്യക്തികളാണ്. യുവർ ഓണർ, അഡ്വക്കേറ്റ് ഭൂരലാൽ വിചാരിച്ചിരുന്നുവെങ്കിൽ എന്നെ രക്ഷപ്പെടുത്താമായിരുന്നു.
അദ്ദേഹത്തിന് പറയാമായിരുന്നു എന്നെ പോലെ ഒരു സാധാരണ പെൺകുട്ടിയുടെ കയ്യിൽ ജർമ്മൻ റിവോൾവർ എങ്ങനെ ഉണ്ടാകുമെന്ന്. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. യുവർ ഓണർ പണം കണ്ട് കണ്ണു മഞ്ഞളിച്ച ഈ രക്ഷകൻ ഒരു ചെകുത്താനായി മാറി. എന്റെ ജീവിതം തന്നെ നശിപ്പിച്ചു. ഇങ്ങനെയുള്ള ആളുകൾ രക്ഷപ്പെടുവാൻ പാടില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ നൽകണം. ഇനി ഒരിക്കലും ആരും തന്നെ ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്യാൻ ധൈര്യപ്പെടരുത്. ഇനി തീരുമാനമെടുക്കുവാൻ ഞാൻ കോടതിയോട് അപേക്ഷിക്കുന്നു. ഇന്ന് ഞാനിരിക്കുന്ന ഈ കസേരയിലെത്തുവാൻ ഞാനും ലോയുടെ ഡിഗ്രി കരസ്ഥമാക്കിയിരുന്നു. അന്ന് ഞാനും നിയമമനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ശപഥമെടുത്തിരുന്നു. എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ രാജ്യത്തുള്ള ഓരോ മനുഷ്യൻ്റെയും ശരീരത്തിൽ ഒരു കറുത്ത കോട്ടുണ്ട്. അന്യായത്തിൻ്റെ കറുപ്പിനെ തുടച്ചു നീക്കുവാനാണ് ആ കോട്ട്. നിരപരാധികൾക്ക് നീതി ലഭിക്കണം, പിന്നെ കുറ്റവാളികൾക്ക് ശിക്ഷയും ലഭിക്കണം. ഈ കറുത്ത കോട്ടിൻ്റെ പിന്നിലൊരു തിളങ്ങുന്ന